നമുക്കേ ഒരു പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം? മിനിമം ഒരു 4-5 കോടി രൂപ വേണം. ലാൻഡ് ആണെങ്കിൽ ഒരു 10 കോടി രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരും. കാരണം ഈ കാണുന്ന ചാർജ് സ്റ്റേഷൻ ഉണ്ടോ, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയാണ്. ഇത് ആക്ച്വലി തുടങ്ങിയത് ചടയമംഗലത്താണ്. ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫിൽഡെക്സ് ആണ്. ഫിൽഡെക്സിന്റെ നമ്മുടെ കൊല്ലം ജില്ലയിലെ 5ാമത്തെ ചാർജ് സ്റ്റേഷൻ ആണ്. ഓൾ ഇന്ത്യ ഒരു ചാർജ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് തുടങ്ങിയ ചാർജ് സ്റ്റേഷൻ ആണോ. മാസം എങ്ങനെ വില ചടയമംഗലത്തെ ട്രാഫിക് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു 40-50 രൂപ സുഖമായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാഫും കാര്യങ്ങളും ഒന്നും വേണ്ട. ഈ ഫിൽഡെക്സ് തന്നെയാണ് ഇതിന്റെ ഒരു 2 വർഷത്തെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതിനുശേഷമുള്ള മെയിൻ്റനൻസ് ഇവർ നോക്കും. അപ്പോൾ നമുക്ക് വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഒരു ചാർജിംഗ് സ്റ്റേഷന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചടയമംഗലം KSRTC ബസ് ആണല്ലോ. അതിന്റെ തൊട്ടടുത്തായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ചാർജ് ബോർഡ് ആപ്പ് ഉപയോഗിക്കാം. അതുപോലെ ഫ്ലെക്സെന്റിന്റെ ആപ്പ് ഉണ്ട്. 2 ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അതിന്റെ അതുകൊണ്ട് സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് 90 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള മെഷീൻ 120 വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരുന്ന നമ്മൾ മിഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം വലിയ വലിയ മിഷൻസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ 15 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്കൊരു 100 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് കിട്ടും. അതാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ചാർജ് അഡ്വാൻറ്റേജ്. 2 വണ്ടി ഒരുമിച്ച് ചാർജ് ചെയ്യാം. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് ഒരു 35 lakhs ആണ്. ഒരു 30 കിലോവാട്ടൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരു 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നമ്പർ എടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി.